ജംബോ പ്ലംബിംഗ് ആൻഡ് വയറിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് കേബിളുകളും അതിൻ്റെ കറണ്ട് വോൾട്ടേജിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു ലഘുവായിട്ടുള്ളൊരു വിവരണമാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്റ്റൻഷൻ റീലുകൾ അത് 40 മീറ്റർ ആവാം, 50 മീറ്റർ ആവാം, 30 മീറ്റർ ആവാം, അങ്ങനെ പല മീറ്ററുകളനുസരിച്ച് നമ്മൾ റീലുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിൽ ഹെവി ലോഡുകൾ കണക്ട് ചെയ്യുമ്പോൾ ആ റീലുകൾ ചുറ്റിയ രീതിയിൽ നമ്മൾ ലോഡ് കണക്ട് ചെയ്യുന്നതും ആ റീലുകൾ ഒന്നായിട്ട് നിവർത്തിയിട്ട് കണക്ട് ചെയ്യുന്നതും തമ്മിലുള്ള കറണ്ടിൻ്റെ ഫ്ലോയിൻ്റെ വ്യത്യാസം, ആംബിയറിൻ്റെ വ്യത്യാസമൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ്. നേർപകുതി വെച്ചിട്ട് ആംബിയറൊക്കെ കൂടാനും കുറയാനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ നമ്മളെ ഒരു റീല് ഡാമേജ് ആയിട്ടുണ്ട്. അപ്പോൾ ആ റീലിനെ ഞാൻ നിങ്ങൾക്കൊന്ന് ആദ്യം പരിചയപ്പെടുത്താം. ഇതിപ്പോൾ നമ്മളൊരു 50 മീറ്റർ എക്സ്റ്റൻഷൻ കേബിൾ റീലാണ്. ഈ റീല് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 1.5 HP പമ്പ് റൺ ചെയ്യിപ്പിക്കാനായിട്ട് ഏകദേശം ഇതിന്ന് ഒരു 10 മീറ്റർ വയർ റിലീസ് ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ ചുറ്റിയിട്ടാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ മുകളിലായിട്ട് ഏകദേശം 1 മണിക്കൂറിൻ്റെ അടുത്തായിട്ട് ഇത് ഉപയോഗിച്ചപ്പോൾ തന്നെ നമ്മളെ കേബിൾ ഡാമേജ് ആയി. കാരണം കേബിളിൻ്റെ വയർ ആംബിയർ കൂടി, വോൾട്ടേജ് കുറഞ്ഞു, ആംബിയർ കൂടി. അതിനനുസരിച്ച് നമ്മളെ വയർ ഹീറ്റായപ്പോൾ നമ്മളെ വയർ ഒന്നായിട്ട് മെൽറ്റായി ഉരുകിപ്പോയി. അപ്പോൾ ഇത് മൊത്തത്തിൽ ഇത് കണ്ടോ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, മെൽറ്റായിട്ട് ഉരുകി നിൽക്കുകയെന്ന്. ഇതാണ് നമ്മളെ വയർ. അപ്പോൾ ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. അതായത് അറിയാത്തവർക്ക് കേബിൾ റീലുകൾ ഇങ്ങനെ ഏകദേശം ഒരു 10 മീറ്ററിന് മുകളിലായിട്ടുള്ള കേബിൾ റീലുകൾ ചുറ്റിയിട്ടിട്ട് നമ്മൾ എന്ത് ഉപകരണം ഉപയോഗിച്ച് കഴിഞ്ഞാലും വോൾട്ടേജ് കുറയും, ആംബിയർ കൂടും, വയർ ഹീറ്റാവും. ആ വയർ ഹീറ്റാവുമ്പോൾ നമ്മളെ വയറും നാശമാവും. നമ്മൾ കണക്ട് ചെയ്ത മോട്ടോർ ആയാലും വേറെ ഗ്രൈൻഡർ ആയാലും എന്ത് സാധനമായാലും അത് നാശമായി പോകും. ഇതിപ്പോൾ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും കേബിൾ ഇത് കണ്ടോ, ന്യൂട്രൽ ഇത് മൊത്തത്തിൽ ഹൈ ആംബിയറാണ് ഇതിലേക്ക് കയറുക. ഏകദേശം 15 ആംബിയർ 50 മീറ്റർ ഈ ചുറ്റി കിടക്കുന്ന റീലിൽ കയറി കഴിയുമ്പോൾ റീല് ചൂടാവും. റീല് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ മോട്ടോറിലേക്കുള്ള വോൾട്ട്, അതായത് ഇത് നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ 50 മീറ്ററിൽ നമ്മൾ റീല് പുറത്തേക്ക് ഇട്ടിട്ട് ഇങ്ങനെ വയർ നിവർത്തിയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ കേബിൾ 50 മീറ്റർ റൗണ്ടിലാണെങ്കിൽ നമുക്ക് 325 വാട്ട്സാണ് കിട്ടുക, ഏകദേശം 4.5 ആംബിയർ. അതല്ല ഇത് നിവർത്തിയിട്ടിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഏകദേശം 1300 വാട്ട്സ് നമുക്കിതിൽ ലോഡ് ചെയ്യുക, 13 ആംബിയർ. അപ്പോൾ കേബിൾ ഒരിക്കലും തന്നെ നമ്മൾ എന്ത് ചെയ്ത് ചുറ്റിയിട്ടുകൊണ്ട് ഒരു ഉപകരണം ഉപയോഗിക്കാതിരിക്കുക. ഒരിക്കലും നമ്മൾ കേബിൾ ഇങ്ങനെ ചുറ്റിയിട്ടുകൊണ്ട് ഉപയോഗിക്കരുത്. കേബിൾ ചുറ്റിയിട്ടുകൊണ്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമുക്ക് കേബിളുകൾ നഷ്ടപ്പെടും. പിന്നെ അതുമല്ല, നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻറ്റ്സ്, ഈ മോട്ടറായിരുന്നു അതിൽ വെച്ച് ഉപയോഗിച്ചിരുന്നത്. ഏകദേശം 1 മണിക്കൂർ 1.5 HP 2 HP മോട്ടറാണ്. 2 HP മോട്ടർ 1 മണിക്കൂർ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ അതിന് നമ്മൾക്ക് ഈ നമ്മളെ വയർ ഹീറ്റായി പോയി. പക്ഷേ ഇത് 50 മീറ്റർ ചുറ്റി നിവർത്തിയിട്ടിട്ടാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മളെ ഈ കേബിൾ കംപ്ലൈൻറ്റ്. നമ്മളിവിടെ വേറൊരു കേബിൾ റീലുണ്ട്. ഈ കേബിൾ റീലിൽ കൃത്യമായിട്ട് ഇത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് കേബിളിൻ്റെ ഇത് കണ്ട ഒരു സിമ്പൽ ഉണ്ടാവും. ഇത് ചുറ്റിയിട്ട് കേബിൾ ചുറ്റിയിട്ട് റൗണ്ടിൽ 325 വാട്ട്സാണ് ഇതെടുക്കുക, 4.5 ആംബിയർ. ഇത് ചുറ്റി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആകെ ഔട്ട്പുട്ടാണിത് കിട്ടുന്നതാണ് ഔട്ട്പുട്ട്. 4.5 ആംബിയർ, 325 വാട്ട്സ്. കേബിൾ ഇതിന്ന് ഊരി നീളത്തിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് 1300 വാട്ട്സ്, 13 ആംബിയർ നമുക്ക് ഈ കേബിളിൽ നിന്ന് കിട്ടും. അതായത് ഇത് റൗണ്ട് ആക്കാതെ നീളത്തിലിടുകയാണെങ്കിൽ ചുറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ കിട്ടുന്നത് 325 വാട്ട്സാണ്. അപ്പോൾ ഈ 325 വാട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പമ്പ്
500 വാട്ട്സിൻ്റെ പമ്പ് ഒരിക്കലും നമുക്ക് ഈ 325 വാട്ട്സ് റൗണ്ടായി ചുറ്റിയിരിക്കുന്ന ടൈമിൽ അതിൽ വർക്കാവില്ല. വർക്കാവുന്ന സമയത്ത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ ഇതാണിപ്പോൾ. ഇനിയിപ്പോൾ ഈ കേബിൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല, അത്തരത്തിലാണ് ഡാമേജ് വന്നിട്ടുള്ളത്. ഇത് കണ്ടോ ഒട്ടിയിട്ട് നമ്മളിനി ഇങ്ങനെ എടുക്കുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ 2 നഷ്ടമാണ് ഉണ്ടാകുക. ഇതിപ്പോൾ 1 നഷ്ടമേ ഉണ്ടായിട്ടുള്ളൂ, കേബിൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മോട്ടറും കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ ഇത്തരത്തിൽ കേബിളുകൾ, റീലെന്ന് മാത്രമല്ല മറ്റെന്ത് കേബിളുകളായാലും ചുറ്റിയിട്ട് ഉപയോഗിക്കുന്നതിന് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഇത് ഒരിക്കലും നമ്മൾ കേബിൾ റൗണ്ടാക്കി ചുറ്റിയിട്ടിട്ട് ഒരു എക്യുപ്മെൻറ്റ്സും ഉപയോഗിക്കരുത്. വോൾട്ടേജ് ഡ്രോപ്പ് വളരെ പകുതിയായിട്ട് കുറയും. അതുപോലെ ഇനി കേബിൾ എന്തെങ്കിലും ചുറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ അത് ഒരു കമ്പിലോ ചെറിയ എന്തെങ്കിലും വല്ല കയറിലൊക്കെ കൊളുത്തിയിട്ട് ചുറ്റിയിടുക. അതായത് കൂടുതൽ ചുറ്റിയിടാതിരിക്കുക. പ്രത്യേകിച്ച് നമ്മളൊരു ഏതെങ്കിലും കമ്പിയിലൊക്കെ കൊളുത്തിയിട്ട് ഒരു 30 മീറ്റർ 40 മീറ്ററിൻ്റെ ഉള്ളിൽ ഇത് കമ്പിയിലൊന്നും കൊളുത്തി ചുറ്റിയിടാതിരിക്കുക. കാരണം ഒരു റാഡ് അതിനുള്ളിൽ കൂടെ കയറിയാൽ നമ്മൾ ഈ കേബിൾ കോയിലായി മാറും. അപ്പോൾ അത് ഒരു കോയിലായിട്ടാണ് ഡിക്റ്റേറ്റ് ചെയ്യുക. അപ്പോൾ അതിലും വോൾട്ട് വളരെ കുറഞ്ഞിട്ടാണ് നമുക്ക് വോൾട്ടേജ് കിട്ടുക. ഔട്ട്പുട്ട് വളരെ കുറയും കോയിലായി മാറുമ്പോൾ. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. ലോ വോൾട്ടേജിൽ 50 മീറ്റർ റീലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നിർത്തിയിട്ടിട്ട്, നമുക്ക് ചെറിയൊരു പണിയാണെങ്കിലും നമുക്കിത് ചുറ്റേണ്ട ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. വെറുതെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് നിർത്തിയിട്ട് കളയുക, എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ കറക്റ്റ് വാട്ട്സ് നമുക്ക് കിട്ടും. ഏകദേശം 1350 വാട്ട്സ് കിട്ടും. അതല്ല ഇത് റൗണ്ട് ആക്കിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും ഒന്ന് പ്ലഗ് ചെയ്ത് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 325 വാട്ട്സാണ് നമുക്കിതിൽ നിന്ന് കിട്ടുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. ചിലവർക്ക് മിക്ക ആളുകൾക്കും അറിയായിരിക്കും, അറിയാത്ത ആളുകൾക്ക് വേണ്ടിയുള്ള ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്.